എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഷികാസ് കഫേ. അപ്പോൾ എല്ലാവരും വീട്ടിലിരുന്ന് സേഫായിട്ട് തന്നെ ഓണമൊക്കെ ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമ്മളെ നാട്ടിൽ പല സ്ഥലങ്ങളിലും ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പലർക്കും അവരുടെ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് ഓണം ആഘോഷിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല ഇപ്രാവശ്യം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം എല്ലാവർക്കും അവരുടെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ സമാധാനത്തോടൊക്കെ നല്ലൊരു ഓണം ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ചെറിയൊരു വ്ളോഗ് ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. നല്ലൊരു നാടൻ സ്വീറ്റ് റെസിപ്പി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ മലപ്പുറം ഭാഗത്തുള്ള നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ ചെറിയൊരു ഓണസദ്യയും ലുലുവിലെ ചെറിയൊരു ഷോപ്പിംഗ് ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾ മൊത്തത്തിൽ കണ്ടിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം റെസിപ്പി നോക്കാം. അപ്പോൾ ഈ ഒരു സ്വീറ്റ് റെസിപ്പി തയ്യാറാക്കാൻ മെയിനായിട്ട് വേണ്ടത് മത്തനാണ് കേട്ടോ. മത്തനും വൻപയറും വെച്ചിട്ടാണ് ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് കഴിച്ചവർക്ക് ഇപ്പോൾ ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 3 കപ്പ് മത്തനാട്ടോ എടുത്തിട്ടുള്ളത്. മത്തന് തൊലിയൊക്കെ കളഞ്ഞിട്ട് കുറച്ച് വലിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത മത്തനാട്ടോ നമുക്ക് ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കാൻ വേണ്ടത്. ഈ മത്തന് നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതാ മത്തൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വൻപയറാണ്. വൻപയർ ഞാൻ 1 കപ്പാട്ട് എടുത്തിട്ടുള്ളത്. ഒരു 3-4 മണിക്കൂറൊന്ന് കുതിർത്ത് വെച്ചിട്ടുള്ള വൻപയറാണ്. എന്നിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വൻപയർ കുക്കറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ വൻപയർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ മത്തനും കൂടെ ഇട്ടിട്ട് വേണ്ട വേവിച്ചെടുക്കാൻ. വൻപയറും മത്തനും ഒരുമിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മത്തനും വൻപയറും കൂടെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 കപ്പ് വെള്ളമാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. അപ്പോഴേക്കും മത്തനും വൻപയറൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടും. വൻപയറും മത്തനൊക്കെ കുക്കാവുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട ശർക്കര നുരുക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനൊരു 3 പീസ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചെടുത്തിട്ട് നമുക്ക് ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കാം. കുക്കർ ഒരു 4 വിസിൽ വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷർ പോയ ശേഷമാണ് തുറക്കുന്നത്. അപ്പോൾ നമുക്കിനി മത്തനും വൻപയറൊക്കെ കുക്കായിട്ടുണ്ടോ നോക്കാം. മത്തനൊക്കെ പാകത്തിന് കുക്കായിട്ടുണ്ട്. ഇനി ഈ മത്തന് നമ്മൾ ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇപ്പോൾ ദാ ഞാൻ മത്തനൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളൊരു അരിപ്പ് വെച്ചിട്ട് അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ശർക്കരയിൽ എന്തെങ്കിലുമൊക്കെ കരടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിച്ചുകൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ശർക്കരപ്പാനി നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. നന്നായിട്ട് വറ്റിയിട്ട് ഈ മത്തനിലും വൻപയറിലൊക്കെ നന്നായിട്ട് ശർക്കര പിടിക്കണം. അപ്പോൾ നമ്മൾ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറ്റിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങ ചിരകിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ 1 കപ്പ് തേങ്ങ ചിരകിയതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു തേങ്ങയും കൂടെ മത്തനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ചില ആൾക്കാരൊക്കെ നമ്മൾ ഈ ഒരു ശർക്കരപ്പാനിയും ആ മത്തനും വൻപയറും വേവിച്ചപ്പോഴുള്ള വെള്ളം കൂടെ വറ്റിച്ചെടുക്കുന്നതിന് പകരം അവരിതിലേക്ക് അരിപ്പൊടി കലക്കി ഒഴിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. പക്ഷെ കൂടുതൽ ടേസ്റ്റ് നമ്മളിതുപോലെ ഈ ശർക്കരപ്പാനിയും വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. പക്ഷെ നമ്മൾ ഇതുപോലെ വറ്റിച്ചെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമ്മളെ മത്തനും വൻപയറും ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതൊരു സർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമ്മൾ ശർക്കര മത്തൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ ഇതിന് ശർക്കര മത്തൻ എന്നാട്ടോ പറയാം. മത്തനും വൻപയറും കൂടെ ശർക്കര ഇട്ട് വെക്കുന്നതുകൊണ്ടാണ് ആ ഒരു പേര്. പിന്നെ നിങ്ങൾക്ക് വൻപയറിന് പകരം വെള്ളപ്പയർ വെച്ചിട്ടും കടല വെച്ചിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ കൂടുതലായിട്ടും വൻപയർ വെച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. ഇനി ഞാനിതിലേക്ക് ലാസ്റ്റായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ശർക്കര മത്തൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാൻ. അപ്പോൾ ശർക്കരയൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇവിടെ മക്കൾക്കൊക്കെ അത്യാവശ്യം മധുരത്തോടു കൂടി കഴിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ 3 പീസ് ശർക്കര എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ശർക്കര മത്തൻ കഴിച്ചവരും ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.
പിന്നെ ഓണത്തിന് അധികം ആഘോഷങ്ങളൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ സദ്യ ഉണ്ടാക്കാറുണ്ട് വീട്ടിൽ, അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ട് കഴിക്കും. സദ്യ എല്ലാവരും ഫേവറേറ്റ് ആണ് കേട്ടോ. ഒരുവിധം എല്ലാവർക്കും സദ്യ ഇഷ്ടമായിരിക്കും അല്ലേ. കുറേ കൂട്ടാനുകളും പപ്പടവും പായസവും സാമ്പാറൊക്കെ കൂട്ടി കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഓണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മനസ്സിലേക്ക് ആദ്യം വരിക സദ്യയാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ സദ്യ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഒന്നാമത് ഉണ്ടാക്കാത്ത കാരണം വീക്കെൻഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ഇക്കാക്ക് ഫുഡ് കഴിക്കാൻ വരാൻ പറ്റില്ല. ഇക്ക വെള്ളിയാഴ്ച മാത്രമേ ഉച്ചയ്ക്ക് ഞങ്ങളുടെ കൂടെ ഫുഡ് കഴിക്കാൻ ഉണ്ടാവുള്ളൂ. പിന്നെ ഇക്ക രാത്രിയേ വരുള്ളൂ. അപ്പോൾ വെള്ളിയാഴ്ച സദ്യ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്രാവശ്യം സദ്യ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് കേട്ടോ. അത് വാങ്ങാൻ തന്നെ കാരണം ഇക്ക മോൻ്റെ അഡ്മിഷൻ്റെ കാര്യത്തിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക അങ്ങനെ സദ്യ വാങ്ങിയിട്ട് വീട്ടിൽ വന്നതാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണസദ്യ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ്. ഞങ്ങളടുത്ത് തന്നെയുള്ള റെസ്റ്റോറൻറ്റാണ് ബർക്ക, അതിൽ നിന്നായിട്ട് വാങ്ങിയിട്ടുള്ളത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ഗസ്റ്റോ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്, അവരുടെ തന്നെ മറ്റൊരു സ്ഥാപനമാണ് ബർക്ക. നല്ല സദ്യ ആയിരുന്നു കേട്ടോ. 24 ഐറ്റം കൂട്ടാനൊക്കെ വെച്ചിട്ടാണ് സദ്യ ഉണ്ടായിരുന്നത്. നല്ല ടേസ്റ്റുള്ള സദ്യ ആയിരുന്നു. പിന്നെ പായസം മാത്രമാണ് നമ്മൾ വീട്ടിലുണ്ടാക്കണ അത്ര ഉണ്ടാവില്ലല്ലോ പായസം. അപ്പോൾ പായസം മാത്രമാണ് ഞാൻ അന്ന് ഉണ്ടാക്കിയിട്ടുള്ളൂ, പാൽപ്പായസം. നമുക്കൊരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കറിൽ പച്ചരി കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം കേട്ടോ. സദ്യയിൽ പലർക്കും പല കൂട്ടാനായിരിക്കും ഇഷ്ടമുണ്ടാവുക അല്ലേ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ അവിയലും സാമ്പാറും കൂട്ടുകറിയും, അതേപോലെ പൈനാപ്പിൾ പച്ചടിയും, പിന്നെ പുളിയിഞ്ചി, പിന്നെ പായസങ്ങൾ. പായസം ഏറ്റവും ഇഷ്ടമുള്ളത് അടപ്രഥമനും പാൽപ്പായസവും പിന്നെ പരിപ്പ് പ്രഥമനൊക്കെയാണ് കേട്ടോ. അപ്പോൾ പലർക്കും പലതായിരിക്കുമല്ലേ ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഷികക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഇലയിൽ ഫുഡ് കഴിക്കുന്നത്, പ്രത്യേകിച്ച് സദ്യ. എല്ലാ കൂട്ടാനൊന്നും അവൾ കഴിക്കൂല, അവൾക്ക് കുറച്ച് മാത്രമേ ഇഷ്ടമുള്ളതുള്ളൂ. ഈ പൈനാപ്പിൾ പച്ചടി, സാമ്പാർ, പിന്നെ കൂട്ടുകറി, പിന്നെ പപ്പടം, പുളിയിഞ്ചി, അച്ചാർ, ഇതൊക്കെ ആയിട്ട് അവൾ കഴിക്കുള്ളൂ. പക്ഷേ എല്ലാം അങ്ങനെ വെച്ചിട്ട് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാം വിളമ്പിയിട്ട് കഴിക്കണത് ഭയങ്കര ഇഷ്ടമാണ്. കൂടുതൽ ഇഷ്ടം അവൾക്ക് പായസം ഈ ഇലയിൽ ഒഴിച്ചിട്ട് നമ്മൾ പപ്പടവും പഴമൊക്കെ കൂട്ടി കഴിക്കൂലേ, അത് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ പായസം ഉണ്ടാക്കുന്ന സമയത്ത് അവളെപ്പോഴും പറയട്ടോ നമുക്ക് പായസം ഇലയിൽ ഒഴിച്ചിട്ട് പപ്പടം പഴമൊക്കെ കൂട്ടി കഴിക്കാമെന്ന്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഇവിടെ എപ്പോഴും ഇലയൊന്നും കിട്ടൂല, അത്രയ്ക്ക് ഇഷ്ടമാണ് അവൾക്ക് അങ്ങനെ കഴിക്കാൻ. അപ്പോൾ ഞാൻ അവൾ കഴിക്കണ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാട്ടോ. ഇത് ഇക്ക കഴിക്കണേണേ. അവൾക്ക് മാത്രമല്ല ഇക്കാക്കും ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് ഇലയിൽ പായസം ഒഴിച്ച് കഴിക്കണത്, അതൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ ഇതാട്ടെ ഞങ്ങളുടെ ഓണവിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ഓണവിശേഷങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.